നമസ്കാരം. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ആരോപണം 250 ജോഡി വസ്ത്രങ്ങൾ സ്വന്തമാക്കി എന്നതാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുക. കോൺഗ്രസ് നേതാവും മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അമർ സിംഗ് ചൗധരിയാണ് ഈ ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ചത് എന്നും ഒരു പൊതുയോഗത്തിൽ നരേന്ദ്രമോദി പറയുന്നു. അതിനെ എതിർത്തതായും PTIക്ക് നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ മോദി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് 250 കോടി രൂപ മോഷ്ടിച്ച മുഖ്യമന്ത്രിയെ വേണോ അതോ 250 ജോഡി വസ്ത്രമുള്ള മുഖ്യമന്ത്രി വേണോ എന്ന് ഞാൻ ജനങ്ങളോട് ചോദിച്ചു. 250 ജോഡി വസ്ത്രമുള്ള മുഖ്യമന്ത്രിയാണ് നല്ലത് എന്ന് ഗുജറാത്തിലെ ജനങ്ങൾ ഒരേ സ്വരത്തിൽ പ്രതികരിച്ചു. അതുകൊണ്ട് മോദി മുഖ്യമന്ത്രിയായി. ഇത് മോദി പറഞ്ഞതാണ്. പിന്നീട് പ്രതിപക്ഷം ഒരിക്കലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ ധൈര്യം കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നത്. നരേന്ദ്രമോദി, അതായത് താൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ നടന്ന സംഭവം അനുസ്മരിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഒരു പൊതുയോഗത്തിൽ ചൗധരിയുടെ ആരോപണങ്ങൾ താൻ അംഗീകരിച്ചുവെന്നും എന്നാൽ മുൻ മുഖ്യമന്ത്രിക്ക് കണക്കുകൾ തെറ്റിപ്പോയി എന്നും മോദി പറഞ്ഞു എന്നുള്ളതാണ്. അന്ന് താൻ ഒരു പൊതുയോഗം നടത്തിയിരുന്നു. അവിടെ താൻ ഈ ആരോപണം സമ്മതിച്ചു. പക്ഷേ ഒന്നുകിൽ 250-ൽ 0 ഇല്ല, അല്ലെങ്കിൽ നമ്പർ 2 തെറ്റാണ്. എന്നിട്ട് ഞാൻ ആരോപണം ശരിവെക്കാമെന്ന് പറഞ്ഞു. മോദി ഇത്തരത്തിലാണ് അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് എന്നാണ്. എന്നാൽ മോദി പ്രധാനമന്ത്രി ആയ ശേഷവും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെ ചൊല്ലി നിരവധി തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. പ്രതിമാസം 1.6 ലക്ഷം രൂപ ശമ്പളം വാങ്ങുമ്പോൾ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തിനെതിരെ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അടുത്തിടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് വസ്ത്രമണിയുവാനുള്ള സ്വാതന്ത്ര്യവുമില്ലേ എന്ന് ചോദിക്കും. എന്താണ് നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി എന്ന് പറയുന്ന നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ നരേന്ദ്രമോദിയും ചെയ്ത തെറ്റ്? വൃത്തിക്ക് ഒരു രാഷ്ട്രീയക്കാരനപ്പുറം ഒരു മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുമ്പോൾ വളരെ വൃത്തിയായി ശുഭ്രവസ്ത്രധാരിയായി നടക്കുന്നത് തെറ്റാണോ? ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ 250ഓളം ജോഡി ഡ്രസ്സുകളാണെങ്കിൽ അത് ഒരു വലിയ എക്സാജറേഷനായിട്ടാണ് കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു പരത്തിയത് എന്നുള്ളതാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. ഒരു മുഖ്യമന്ത്രി അണിയുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹം അണിയുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം തീരുമാനിക്കുക. കാരണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം അണിയുന്ന വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് ആകർഷകത്വം തോന്നുന്നെങ്കിൽ അതിലെന്താണ് തെറ്റ്? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അതിൽ നമുക്ക് അഭിമാനിക്കുകയല്ലേ വേണ്ടത്? നമ്മുടെ പ്രധാനമന്ത്രി വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചിട്ടയോടും കൂടി നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിനെ ഈ കുപ്പായത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ഇങ്ങനെ താറടിച്ചു കാണിക്കേണ്ട ആവശ്യമില്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? 250 കോടി അഴിമതിയും മോഷണവും നടത്തിയതിന് ശേഷം വെറുതെ വസ്ത്രത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പഴിചാരി രക്ഷപ്പെടാൻ നടത്തുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഇന്ത്യയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോഴും ശുഭ്രവസ്ത്രധാരിയും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് ജനങ്ങളുടെ മുൻപിൽ എത്തുകയും ചെയ്യുമ്പോൾ അതിൽ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുക. നമ്മുടെ പ്രധാനമന്ത്രി വളരെ വെൽ വിഷറാണ്. മാത്രമല്ല അദ്ദേഹം അണിയുന്ന വസ്ത്രങ്ങളിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. അത്രത്തോളം കരുത്തനായ ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ അഴിമതിയല്ലല്ലോ അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് നല്ല വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് അണിയാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ആരുടെയും കുടുംബസ്വത്ത് എടുത്തിട്ടില്ലല്ലോ, നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള വില കുറഞ്ഞ വാദങ്ങൾ അവസാനിപ്പിക്കൂ.